Assalamu alaikum. Welcome back my YouTube channel. ഇന്ന് ഞാൻ നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ? സേമിയ കായ്പോള. കായ്പോള പൊതുവെ എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിലും സേമിയ കായ്പോള അത് ചുരുക്കം പേരെ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായി ഒന്നും ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സിമ്മിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അടുത്തതായി വേണ്ടത് നമുക്ക് സേമിയാണ്. 1 കപ്പ് സേമിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി 1 കപ്പ് പാല് കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വേവിച്ച് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അതായി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ച സേമിയ ഫ്രൈ ചെയ്ത് വെച്ച പഴം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് മെല്ലെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഈ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റ് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. നമ്മുടെ സേമിയ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പിന് എല്ലായ്പ്പോഴും ഓയിൽ ഫുഡ് കഴിക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഈ റെസിപ്പി ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. നിക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.